അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഈ പെരുമഴ കഴിഞ്ഞേച്ച് തൊട്ട് പുറകെ നിങ്ങൾ വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടും, നല്ല മെറ്റീരിയൽ കിട്ടും, മിതമായ വിലയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓടി നടക്കുന്ന ഈ ഒരു ഒരു സ്വഭാവം നമ്മളൊന്ന് മാറ്റിവെച്ചാൽ നമുക്ക് നല്ല തലത്തിലുള്ള ഒരു ഭാവി നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. മറ്റൊന്ന്, വലിയ കച്ചവടം ചെയ്യുന്ന ആളുകൾ ദയവായിട്ട് അത് നാട് നീളെ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, പത്രങ്ങളിലും ടിവിയിലും അതുപോലെ തന്നെ എന്നാ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കർഷകനാണ്, നിങ്ങളൊരു കൃഷിക്കാരനാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങളിത് കൊടുക്കുക. നിങ്ങളുടെ തലമുറയ്ക്കും അത് ഗുണം ചെയ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായി പോയ തോട്ടങ്ങളുണ്ട്, ഭാഗികമായി പോയ തോട്ടങ്ങളുണ്ട്. മറ്റ് കൃഷിയിലേക്ക് കടക്കാനായിട്ട് കർഷകർക്ക് വലിയൊരു താല്പര്യം ഇല്ല. ഇപ്പോൾ ഏലകൃഷിയിലേക്ക് തന്നെ മടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് പൂർണ്ണമായിട്ട് നശിച്ചുപോയ തോട്ടങ്ങളിലൊക്കെ റീപ്ലാന്റേഷൻ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ തട്ടയ്ക്കൊക്കെ തീ വിലയായിട്ട് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും വാങ്ങിക്കേണ്ടി വരും. താങ്കളുടെ ഒരു അഭിപ്രായം? ഞള്ളാനി എന്ന ഇനം ഏലം ഏതാണ്ട് 3.5 പതിറ്റാണ്ട് മുമ്പ് മുതൽക്ക് തന്നെ നമ്മുടെ ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കർഷകർ കൃഷി ചെയ്തു വരികയാണ്. അപ്പോൾ എന്താണ് ഈ തട്ടയുടെ വിലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഏലകൃഷിയെ സംബന്ധിച്ചുള്ള ഈ വർഷം വലിയൊരു ക്രൈസിസിനെ നേരിട്ട ഒരു കാലഘട്ടമാണ്. കാരണം നമുക്ക് ഈ ചൂടിന്റെ ആധിക്യം കാരണം ഇടത്തരം കർഷകരുടെ ഏതാണ്ട് 50% മുതൽ 100% വരെ ഏലം കരിഞ്ഞു പോയതായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുഖ്യധാര പത്രങ്ങൾ ഉൾപ്പെടെ ചില ചാനലുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു ഏലത്തണ്ടയ്ക്ക് 500 രൂപ, 400 രൂപ, 450 രൂപ എന്നൊക്കെ പറഞ്ഞ് ആവറേജ് വില കിടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വലിയ സങ്കടം തോന്നി, സഹതാപം തോന്നി, അതുപോലെ തന്നെ എനിക്കൊരു വലിയ ഫീല് തോന്നി. ഞാൻ പറയുന്നത്, കർഷകരോട് അത്രമാത്രം അനീതി കാണിക്കാൻ പാടില്ല. ഒരു ഏലത്തട്ടയ്ക്ക് മാന്യമായിട്ട് നമുക്കൊരു 200 രൂപയ്ക്ക് ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് 200 രൂപയ്ക്ക് വയ്ക്കാൻ കുഴപ്പമില്ല. എന്നാൽ അതിന് താഴെയാണ് കൊടുക്കേണ്ടത്. 200 രൂപ ഒരു ആവറേജ് വില വെച്ചാലും നമുക്ക് എല്ലാവർക്കും കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. മറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കർഷകർക്ക് ഇങ്ങനൊരു അവസ്ഥ ഒരു അപകടം ഉണ്ടായപ്പോൾ ഈ അപകടത്തിൽ അവരെ വീണ്ടും വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു വിലയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പൊതുവായിട്ട് കർഷക സമൂഹത്തിന് ഇത് വിൽക്കുന്ന ആളുകളുടെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു 200 രൂപയ്ക്ക് മേളിൽ വിലയിട്ട് കൊടുക്കരുത്. അതിരുന്നത് ഞള്ളാനി ഏലം എന്ന് പറയുന്നത്, ഞള്ളാനി എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേരാണ്, എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ്. പൊതുസമൂഹത്തിൽ നിന്ന് ഈ പേരും പറഞ്ഞ് കണ്ണി കാണാവുന്ന കൈ കിട്ടുന്ന മുഴുവൻ വെറൈറ്റികളോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ ചെടികളോ അല്ലെങ്കിൽ കാലകരണപ്പെട്ടതോ കേട് വന്നതോ ഒക്കെ ആയിട്ടുള്ള ഇത്തരം ചെടികൾ ഞള്ളാനി ഏലം എന്ന് പറഞ്ഞ പേരിൽ ഈ 400-നും 500-നും ഒക്കെ വിൽക്കുന്ന ആളുകളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്രേ, നിങ്ങൾ ദയവായിട്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. നിങ്ങളൊരു കർഷകനാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ കിട്ടുന്ന മോശമായ മെറ്റീരിയൽ നിങ്ങൾ കൃഷി ചെയ്ത് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ മോശമായിട്ടും അല്ലെങ്കിൽ ഈൽഡ് ഇല്ലാത്ത അല്ലെ കേട് വന്നതായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ 3 വർഷം പോയിട്ട് അടുത്ത റീപ്ലാന്റഡ് ഒരു 6 വർഷം പോകും. ഈ 6 വർഷം പോകുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 6 വർഷമാണ് നമുക്ക് നഷ്ടപ്പെടുന്നുള്ള ചിന്തയോടുകൂടി നിങ്ങളിത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള നമുക്ക് പുതിയതായിട്ട് കാണുന്ന ഒരു ട്രെൻഡ്, ഒരു പ്രവണതയുണ്ട്. മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണത്. കാരണം നമുക്കറിയാം, ഇപ്പം ഞള്ളാനി ഏലം എല്ലായിടത്തും വളരെ പ്രചാരത്തിൽ വരികയും വലിയ ഗുണമുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഞള്ളാനി ഏലം പോലെ അല്ലെ അതുമായിട്ട് കമ്പയർ ചെയ്ത് നല്ലതാണെന്നും പറഞ്ഞ് പഴയ കാലത്തെ മൈസൂർ LBC, വഴുക്ക ഇങ്ങനെയുള്ള ഇനങ്ങളിൽപ്പെട്ട ഏലം എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ പേര് വിട്ട് ഓരോരുത്തർ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പെട്ടെന്നൊരു പബ്ലിസിറ്റിയും കൊടുത്ത് അവരത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. അത് വലിയ വിലയ്ക്കാണ്. ഞാനൊരു പേരൊന്നും പറഞ്ഞില്ല. എന്നെ 35 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എൻ്റെ ഏലവോ എൻ്റെ നടീൽ രീതിയോ ഏതെങ്കിലും സാധനം ആർക്കെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മോശം ഒന്നായിട്ട് കാണിക്കാൻ കഴിയുമോ? എന്നാൽ നേരെ മറിച്ച് 15ഓളം ആളുകൾ ഈ ഇങ്ങനെ ഓരോ പേരും പറഞ്ഞ് രംഗത്ത് വന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഒത്തിരി പേര് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ പറയുന്നത്. ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല. ഈ 15ഓളം ആളുകൾ രംഗത്ത് വന്നിരുന്ന ആളുകൾ വലിയ തോതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ തട്ട വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ട് 3 വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും കൃഷിക്കാരന്റെ ഫീൽഡിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ? അവന് അത് പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഞള്ളാനി ഏലം കൃഷി ചെയ്യുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും സഹോദരങ്ങളെ പോലെ കാണേണ്ടതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ അപകട നിലയിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുണ്ടെന്നുള്ള ചിന്തയോടുകൂടി ചൂഷണം ഒഴിവാക്കിയിട്ട് മിതമായ നിലയിൽ എല്ലാവരും കൊടുക്കുന്ന മെറ്റീരിയൽ നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കർഷകർക്ക് വരാനുള്ളൊരു മെസ്സേജ് ഇതാണ്. പൊതുവായിട്ട് ഈ മാർക്കറ്റ് ചെയ്യുന്ന കച്ചവടക്കാരെ ഞാൻ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃഷിക്കാരോട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരു കാരണവശാലും 2 മഴ പെയ്താൽ ഉടനെ മൺസൂൺ കാലത്തോ അതുപോലെ പെയ്യുന്ന മഴയത്ത് 2 മഴ കിട്ടിയാൽ ഉടനെ ഓടുകയാണ് എല്ലാവരും. എവിടെയെങ്കിലും പോയി കുറെ തട്ടയെടുത്തുകൊണ്ട് റീപ്ലാന്റ് ചെയ്യണം. ആ ഒരു ചിന്ത നിങ്ങൾ അവസാനിപ്പിക്കണം. 1 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെറും 1 മാസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയുള്ള
അല്ലെങ്കിൽ അത്രയും നിലവാരമുള്ള വില കുറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് ആ വില കൊടുക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് താഴ്ന്ന് നമുക്ക് തട്ടകൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം 1 മാസത്തിനുള്ളിൽ ഉണ്ടാവും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് 1 മാസം വെയിറ്റ് ചെയ്യുക. അത് പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. നമ്മൾ ഏലം നടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മഴ തുടങ്ങുമ്പോൾ തന്നെ ഏലം കൊണ്ട് നടന്നു, മൺസൂൺ ഇങ്ങോട്ട് വരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ വലിയൊരു മഴ എല്ലാ വർഷങ്ങളും നമുക്ക് കാണുന്നതാണ്. എല്ലാ വർഷത്തെ മഴയെന്ന് പറഞ്ഞാൽ 2 ആഴ്ച ഭീകരമായ മഴയുണ്ടാകുന്നു. ഈ ഭീകരമായ മഴ ഉണ്ടാകുന്ന ഈ 2 ആഴ്ചക്കുള്ളിലാണ് ചെടിയുടെ വേരുകൾ പതിയെ പൊട്ടിത്തുടങ്ങുന്നത്. അത് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ അമിതമായിട്ടുള്ള വെള്ളം ഈ കുഴികളിൽ ചെന്ന് പതിക്കുമ്പോൾ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടേക്ക് ചെല്ലുമ്പോൾ അത് മരവിച്ച് അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. അത് അതിന്റെ ആയുസിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് 1 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് ചെടി ഒന്ന് അനങ്ങി തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഈ പെരുമഴ കഴിഞ്ഞേച്ച് തൊട്ട് പുറകെ നിങ്ങൾ വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടും, നല്ല മെറ്റീരിയൽ കിട്ടും, മിതമായ വിലയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓടി നടക്കുന്ന ഈ ഒരു സ്വഭാവം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് നല്ല തലത്തിലുള്ള ഒരു ഭാവി നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും.